ഗായ്സ്, മോന് നല്ല പനി. അപ്പോൾ സ്കൂളിൽ നിന്ന് മിസ്സ് വിളിച്ചു വരാൻ പറഞ്ഞിട്ട് മോനെ കൊണ്ടുപോയിക്കോളൂ, നല്ല പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഓടിപ്പോയി വേഗം മോനെ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കയറി. ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു, പനിക്ക് മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കണം. അപ്പോൾ മോൻ പറഞ്ഞു നല്ല ചൂടുള്ള കഞ്ഞി, പൊടിയരിക്കഞ്ഞി, നല്ല ചുട്ടരച്ച ചമ്മന്തി വേണമെന്നാണ്, മുളക് ചമ്മന്തി വേണമെന്നാണ്. അപ്പോൾ നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു കടായി വെച്ചു അടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഒരു 10-20 മുളകൊക്കെ ഇട്ടു, കുറച്ച് മുളകൊക്കെ ഇട്ടു. അതൊക്കെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണം, എനിക്കങ്ങനെ വീഡിയോ പിടിക്കാനൊന്നും അത്ര അറിയൊന്നുമില്ല. പിന്നെ മോനാണെങ്കിൽ കെടുക്കണം, അപ്പോൾ ഞാൻ തന്നെയാണത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമ്മളിത് എടുക്കണം കേട്ടോ. ഇതിന് ശേഷം കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി, ചോപ്പുള്ളി അത് ഇട്ടു. അതിട്ടൊന്നൊരു ബ്രൗൺ, ഒരു ചെറിയൊരു വേവ വേണ്ടോ. കൂട്ടത്തിൽ കൂടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലൊരു പുളി ഇട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു പുളി രസമുള്ളത് നല്ലതാണ് ചമ്മന്തിക്ക്, മുളക് ചമ്മന്തിക്ക് പുളി രസം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ അതും എടുത്ത് മാറ്റുക കേട്ടോ. ഒരുവിധം പാകമായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി കൂടിയിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ വെളുത്തുള്ളി ഒപ്പം ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ചോപ്പുള്ളി വഴന്ന് വരുമ്പോൾ മാത്രമേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എന്നിട്ട് അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റും കൂടി വരുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിലൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണിക്കാവേ. ആദ്യം മിക്സിയുടെ ജാറിൽ ഈ ചുവപ്പ് മുളക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ, റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അത് മാത്രം ഇട്ടിട്ട് നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അരയണ്ട കേട്ടോ, കുറച്ചൊന്ന് അരഞ്ഞാൽ മതി. ഒന്ന് ക്രഷ് ചെയ്ത രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതായിപ്പോൾ നമ്മൾ ആ ചുവപ്പുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി വെച്ചില്ലേ, ചെറിയ ഉള്ളിയും പുളിയും പിന്നെന്താ കറിവേപ്പിലയും കുറച്ച് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അധികം അരയ്ക്കേണ്ട, ഒരു ചെറുതായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ചുട്ടരച്ചതാ ചമ്മന്തി റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. വായലിങ്ങനെ ഇട്ടാൽ എത്ര വേണമെങ്കിലും കഴിച്ചു. അധികം എരിവൊന്നുമില്ല കേട്ടോ, അധികം എരിവില്ല. പിന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. സൂപ്പർ കേട്ടോ. മോനൊന്ന് ടേസ്റ്റ് നോക്കിയൊക്കെ ഉണ്ടാ, സൂപ്പറല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പനിക്കുമ്പോഴൊക്കെ ഇത് കഴിക്കാൻ നല്ല രസമാണ്. നല്ല ചൊടി ഉണ്ടാവും ചുണ്ടിനൊക്കെ. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കറികളില്ലെങ്കിലും നമുക്ക് ഇത് കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് അടച്ച് പാത്രത്തിലൊക്കെ വെച്ചിരുന്നാൽ നമുക്ക് 2-3 ദിവസമൊക്കെ കഴിക്കാം കേട്ടോ. ഇത് കഞ്ഞി ഉണ്ടാക്കി, ഞാൻ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കഴിക്കണം. നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് വലിയ അറിവൊന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല, എങ്കിലും എൻ്റെ അറിവിന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇനിയും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഞാൻ വേറെ വീഡിയോസൊക്കെ ഇടാവേ, വേറെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഓക്കെ, ബൈ.